ഇന്ന് നമ്മൾ പഠിക്കുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ അത് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണ് നമുക്ക് റൈറ്റ് ദ സബ്സെറ്റ് ഓഫ് A = 1 2 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ, അതായത് ഒന്നുമില്ല എന്ന് പറയുന്നതാണ് ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത്, അത് എഴുതുക. ഏതൊരു സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാലും ഫൈ എന്നങ്ങ് തുടങ്ങുക, സ്റ്റാർട്ടങ്ങ് ചെയ്യുക. പിന്നെ ആ പറയുന്ന ആ സെറ്റ് തന്നെ എടുത്തങ്ങ് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സെറ്റിനകത്ത് 1 2 അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്, അതിൻ്റെ സബ്സെറ്റ് ആണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ സിമ്പിളാണ്. ഒരു 5 എഴുതുക, അത് കഴിഞ്ഞിട്ട് ആ സെറ്റ് തന്നെ എഴുതുക. പിന്നെ ഓരോന്ന് എഴുതുക, 1 2 3 അതിനകത്ത് തന്നിരിക്കുന്ന ആ ഓരോ സെറ്റുകളും. അത് കഴിഞ്ഞിട്ട് 2 എണ്ണം വെച്ച് എഴുതാം, 1 2 1 3 2 3. സിമ്പിളാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് എത്ര സബ്സെറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്? ആദ്യത്തേതിൽ 2 എലമെൻ്റ് ഉണ്ടായിരുന്നു. ആ 2 എലമെൻറ്റിന് 4 സബ്സെറ്റ് ഉണ്ട്. 1 2 3 4. ഇവിടെ 3 എലമെൻ്റ് ഉണ്ട്, അതിന് 8 എണ്ണം ഉണ്ട്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, 2m. 2 അങ്ങ് ഫിക്സഡ് നമ്പറാണ്. പിന്നെ m എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുള്ള ഈ എലമെൻസിൻ്റെ എണ്ണം എടുത്തങ്ങ് എഴുതിയാൽ മതി. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ആ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. A = സെറ്റ് 1 2 3 4 എന്ന് പറയുന്നതാണ് നമ്മുടെ സെറ്റ്. അതിൻ്റെ സബ്സെറ്റ് എഴുതാനാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 16 എണ്ണം കിട്ടും. 2 4 4 എണ്ണം ഉണ്ട്. അടുത്ത് 16 എണ്ണം കിട്ടും. ആ 16 എണ്ണം നിങ്ങളൊന്ന് എഴുതി നോക്കുക.